ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പാർട്ട് 2 സ്റ്റിച്ചിങ് ആണ് കേട്ടോ. നമ്മൾ വി കോളറിൽ പ്ലീറ്റഡ് വരുന്ന മോഡലിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു കട്ടിങ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കുക. അപ്പോൾ ഇന്ന് അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യണേക്ക് മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയാം. ഞാൻ നൈറ്റിലാണ് വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പോൾ കുറച്ച് ഡാർക്കായിട്ടാണ് കേട്ടോ വീഡിയോ വന്നിരിക്കണേ. അപ്പോൾ നിങ്ങൾ ഫോണിൽ നന്നായിട്ട് ബ്രൈറ്റ്നസ് കൂട്ടിയിരുന്നേ. പിന്നെ ഒന്നാമത് ഡാർക്ക് കളറല്ലേ, അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഒന്ന് ബ്രൈറ്റ്നസ് കൂട്ടിയിട്ടാൽ മതി. ആദ്യമേ തന്നെ നമുക്ക് ഫ്രണ്ട് പോർഷനിൽ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ലെങ്ത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 3.5 ഇഞ്ച് ആയിരിക്കും. അതുപോലെ തന്നെ സെയിം 3.5 ഇഞ്ച് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഈ ഒരു ഫുൾ ലെങ്ത്തിനെ നമ്മൾ പ്ലീറ്റ് ഇട്ട് ചെറുതാക്കി 1 ഇഞ്ചിലേക്ക് ചുരുക്കി കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ നമ്മൾ അതാണ് ചെയ്യാൻ പോണേ. പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല വശത്ത് വേണം കേട്ടോ പ്ലീറ്റ് ഇടാനായിട്ട്. അപ്പോൾ ഇതിനെ നമുക്ക് 1 ഇഞ്ചിലേക്ക് ഈ ഒരു ലെങ്ത്തിനെ ചുരുക്കി കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, പ്ലീറ്റ് നല്ല വശത്ത് വേണം കേട്ടോ പ്ലീറ്റ് പിടിക്കാനായിട്ട്. കൈ കൊണ്ട് പ്ലീറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മെഷീനിൽ തയ്ച്ചെടുക്കാം. ഈ ഒരു സൈഡിൽ പ്ലീറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. സെൻറ്റർ എത്തി കഴിയുമ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റാണ് പിന്നീട് അങ്ങോട്ട് പ്ലീറ്റ് സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഭംഗിയായിട്ട് പ്ലീറ്റ് ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ കൈവച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇരിക്കും കേട്ടോ. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മൾ ആ 7 ഇഞ്ചിനെ 1 ഇഞ്ചിലേക്ക് പ്ലീറ്റ് ഇട്ട് ചുരുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മെഷീനിൽ വെച്ചിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 1 ഇഞ്ചിലേക്ക് അതിനെ ചുരുക്കിയിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ പ്ലീറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മെഷർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ഇതേ 1 ഇഞ്ച് നമുക്ക് കിട്ടും കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് ബാക്ക് പോർഷൻ്റെ നല്ല വശവും ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശവും നമുക്ക് ചേർത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ ബാക്ക് പോർഷന് നല്ല വശം, അതുപോലെ തന്നെ ഫ്രണ്ടിൻ്റെ നല്ല വശം ഇതാണ്. രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർന്ന് പറഞ്ഞ പോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 സൈഡിലും ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം കാണിക്കാം. അങ്ങനെ നമ്മൾ 2 സൈഡിലും ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് കോളർ അറ്റാച്ച് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ കോളറിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ വളരെ സിമ്പിളാണ് കേട്ടോ. ഞാനിപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു വൈറ്റ് പേപ്പർ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു കട്ടിങ് ക്ലിയർ ആവാനാണ്. രണ്ടും ബ്ലൂ ആയതുകൊണ്ട് കാണാത്തതുകൊണ്ടാണ് കേട്ടോ വൈറ്റ് അടിയിൽ വെച്ചിരിക്കണേ. ഇനി നമുക്ക് ഈ ഒരു പ്ലീറ്റിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു 2 കോർണറിലും ചെറുതായിട്ട് സൈഡിലേക്കൊരു കട്ടിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന പോലെ 2 സൈഡിലേക്കും ഈ 2 പോയിന്റിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന പോലെ ആ 2 കോർണറിലും ചെറുതായിട്ടൊന്ന് ചെരിച്ചൊന്ന് കട്ടിട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ജസ്റ്റ് ഈ ഒരു സൈഡിലും കട്ടിട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ 2 സൈഡിലും ഇതുപോലെ ചെറിയൊരു കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ കാണിക്കാം കേട്ടോ. ഇതേ കണ്ടില്ലേ, ചെറുതായിട്ട് 2 സൈഡിലും കട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് കോളർ ചെയ്യാനുള്ള തുണി എടുക്കാം. അപ്പോൾ നമ്മൾ കട്ടിങ് പാർട്ടിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്ട്രെയിറ്റ് പീസാണ് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച തുണി നമ്മൾ ഹാഫായിട്ട് ഇതുപോലെ മടക്കി ഒന്ന് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കട്ടിയിൽ നിൽക്കാൻ വേണമെങ്കിൽ ക്യാൻവാസ് ഇതുമായിട്ട് അയൺ ചെയ്യാം. ഞാനിപ്പോൾ ക്യാൻവാസ് അയൺ ചെയ്യുന്നില്ല. അങ്ങനെ വേണമെന്നുള്ളവർക്ക് ക്യാൻവാസ് ഇതിൽ അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കോളറിൻ്റെ നല്ല വശം. ഇനി നമുക്കിത് എങ്ങനെയാണ് ഇതിൽ അറ്റാച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒന്നും കൂടി ക്ലിയർ ആവാനായിട്ട് പറഞ്ഞുതരാം. ഈ ഒരു പാറ്റേൺ ആണ് എനിക്ക് നല്ല വശത്തേക്ക് കാണണ്ടേ. അപ്പോൾ ഈ ഒരു പാറ്റേൺ നല്ല ഭാഗത്തും അതുപോലെ തന്നെ ഇത് ചീത്ത വശത്തേക്കും വരുന്ന രീതിയിൽ വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മൾ 2 കോർണറിലും ചെറിയ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പോയിന്റിനേക്കാൾ കുറച്ച് കൂടുതൽ വേണം ഈ ഒരു കോളറിൻ്റെ തുണി വെച്ച് കൊടുക്കാനായിട്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, 2ൻ്റെയും നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന പോലെ വേണം വെച്ച് കൊടുക്കാനായിട്ട്. അതെ, കോളറിൻ്റെ നല്ല വശവും നെക്കിൻ്റെ നല്ല വശവും ഇതുപോലെ ചേർന്ന് വരുന്ന പോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ചേർന്ന് വരുന്ന പോലെ വെച്ച് കൊടുത്തതിന് ശേഷം അരികിക്കട നമുക്ക് റൗണ്ടിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ.
ഈ ഒരു അരികിക്കടെ നമുക്ക് ചുറ്റിനും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പയ്യെ സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ. ആ ഒരു കട്ടിട്ട് കൊടുത്തില്ലേ, ആ കട്ടിട്ട് കൊടുത്ത് അവിടെ നിന്ന് മുതൽ അടുത്ത കട്ടിട്ട് കൊടുത്തേക്കണ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോവാം കേട്ടോ. ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കും. അപ്പോൾ അതേ നമുക്ക് വേണ്ട ആ ഒരു നല്ല വശം നമുക്ക് പുറത്തേക്ക് കാണുന്ന പോലെ തന്നെ കിട്ടും കേട്ടോ. ഇനി നമുക്കത് സ്റ്റിച്ച് ചെയ്യാം. നെക്കിൽ നമ്മൾ കട്ടിട്ടില്ലേ, ആ ഒരു പോയിൻ്റ് മുതൽ നമുക്ക് റൗണ്ടിന് ഇതുപോലെ പയ്യെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പയ്യെ സ്റ്റിച്ച് ചെയ്താൽ മതി. ആ ഒരു ഷോൾഡറിൻ്റെ ജോയിൻ്റ് എത്തുമ്പോൾ പയ്യെ സൂചി കുത്തി നിർത്തിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് ഭംഗിയായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതിൽ പ്ലീറ്റ് ഇല്ലാത്ത വേറൊരു മോഡൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലീറ്റ് ഇല്ലാത്ത മോഡലാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലുണ്ട്, കണ്ടു നോക്കൂ കേട്ടോ. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. അപ്പോൾ പയ്യെ റൗണ്ടിന് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. കുറച്ച് തയ്യൽ തുമ്പിട്ട് ചുറ്റിനും സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമുക്കിതുപോലെ പയ്യെ സ്റ്റിച്ച് ചെയ്ത് വരാം. ആ കട്ടിട്ട് അവിടെയും വരെ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. ബാക്കി നമ്മൾ എക്സ്ട്രാ ഇട്ടിരിക്കുന്നതാണ് 2 ഇഞ്ച്, അത് അവിടെ തന്നെ കിടന്നോട്ടെ. ഇനി അടുത്തതായിട്ട് നമ്മളിത് ഇതുപോലെ പതിച്ചടിക്കാനാണ് കേട്ടോ പോണേ. പതിച്ചടിച്ച് കഴിയുമ്പോൾ നമുക്ക് വേണ്ട നല്ല വശം പുറത്തേക്ക് കാണുന്ന പോലെ തന്നെ കിട്ടും. പതിച്ചടിക്കുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം, തയ്യൽ തുമ്പ് ബാക്കോട്ട് ആക്കി വെച്ചിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ആ കാണുന്ന തയ്യൽ തുമ്പ് നമുക്ക് ബാക്കോട്ട് വെച്ചിട്ട് വേണം പതിച്ചടിക്കാനായിട്ട്. പതിച്ചടിക്കണേക്ക് മുമ്പായിട്ട് നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ 2 കോർണറിലുമായിട്ട് ഒരു ചെറിയ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു കട്ട് ഈ ഒരു തുണിയിലും വരുന്ന പോലെ നമ്മൾ കട്ടിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു കട്ടിൻ്റെ മുകളിലേക്ക് ആ ഒരു തുണിയിലും നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കോളറിൻ്റെ തുണിയിലും നെക്കിൻ്റെ ആ 2 കോർണറിലും കട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ഒരു പീസ് നമുക്ക് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ നമുക്ക് ഉള്ളിലേക്ക് 2 സൈഡിലും എക്സ്ട്രാ നിൽക്കുന്ന തുണി ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ആ ഒരു എക്സ്ട്രാ നിൽക്കുന്ന തുണി ഉള്ളിലേക്ക് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ രണ്ടും സെയിം ക്ലോത്ത് ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണുമ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലീറ്റ് ഇല്ലാത്ത ഒരു വി കോളർ നെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആവും കേട്ടോ. അതും കണ്ടിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചോളൂ, പറഞ്ഞുതരാം. അപ്പം നമ്മളിത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതുപോലെ തയ്യൽ തുമ്പ് പുറത്തേക്ക് നിൽക്കുന്നത് കാണാം. ആ ഒരു പ്ലീറ്റിൻ്റെ തയ്യൽ തുമ്പ് അത് നമ്മൾ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കത് കവർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ആ ഒരു പൊന്തി നിൽക്കുന്നത് ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിവിടെ കൈ വെച്ച് കാണിക്കുന്നത്. തയ്യൽ തുമ്പുണ്ട്, അത് ജസ്റ്റ് ഉള്ളിലേക്ക് ഒന്ന് മടക്കി വെച്ചിട്ട് ഭംഗിയായിട്ട് അത് ഫിനിഷിങ്ങിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു പോയിൻ്റ് മുതൽ റൗണ്ടിന് നമുക്ക് പതിച്ചടിച്ച് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, തയ്യൽ തുമ്പ് ബാക്കോട്ട് ആക്കിയിട്ട് വേണ്ട സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ പയ്യെ ഇതങ്ങ് പതിച്ചടിച്ച് കൊടുക്കുകയാണ്. നെക്ക് നമുക്ക് ഭംഗിയായിട്ട് കിട്ടി. എന്നാലും ഞാൻ പ്ലാൻ ചെയ്ത പോലെ അല്ല കേട്ടോ നെക്ക് വന്നേ. ഞാൻ ഈ ഒരു കോളർ ഇതുപോലെ ക്രോസ് ആയിട്ട് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ക്രോസ് ആയിട്ട് വെച്ച് കൊടുക്കുമ്പോൾ 2 ഇഞ്ച് ആ നെക്കിൻ്റെ ഇറക്കം മുകളിലോട്ട് കയറും. ഇതിപ്പോൾ നമ്മൾ തയ്യൽ തുമ്പ് ഞാൻ 1/2 ഇഞ്ച് എടുത്ത് കൊടുത്തുകൊണ്ട് 2 സൈഡിലും 1/2 ഇഞ്ച് വന്നപ്പോൾ നമുക്ക് വീതി കൂടിപ്പോയി അടിഭാഗത്ത്. അപ്പോൾ നമുക്ക് ക്രോസ് ആയിട്ട് വെക്കാൻ പറ്റിയില്ല. എന്നാലും ഭംഗിയായിട്ട് നെക്ക് വന്നു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ല ഡീപ്പ് പോയി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കയറ്റിയിട്ട് ഒരു തുണി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി അടുത്തായിട്ട് നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്യാനായിട്ട് നമ്മൾ സ്ലീവിൻ്റെ അരികു വശം മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സ്ലീവിൻ്റെ സെൻറ്ററും ഷോൾഡർ ജോയിൻറ്റും കറക്റ്റ് ചേർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ സ്ലീവിൻ്റെ നല്ല വശവും അതുപോലെ തന്നെ ബോഡി പാർട്ടിൻ്റെ നല്ല വശവും ചേർന്ന് വരുന്ന പോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശം ചേർത്ത് വെച്ചിട്ട്
സെൻറ്ററിൽ നിന്ന് നമുക്ക് രണ്ട് സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്കും സാധാരണ എങ്ങനെയാണോ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുക അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ സ്ലീവ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം. രണ്ട് സൈഡിൽ ഇതുപോലെ തന്നെ സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ രണ്ട് സൈഡിലും സ്ലീവ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ബോഡി പാർട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സാധാരണ ഷേപ്പ് ചെയ്യണ പോലെ ഇനി ബാക്കിയെല്ലാം നമ്മൾ എങ്ങനെയാണോ സാധാ ചുരിദാറിന് ചെയ്യണം അതുപോലെ തന്നെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ചീത്ത വശത്തേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് സൈഡ് അങ്ങ് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്ലിറ്റ് ഓപ്പണിൻ്റെ അവിടെ വരുമ്പോൾ നന്നായിട്ട് കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് താഴേക്ക് സാധാ പോലെ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സ്ലിറ്റ് ചെയ്യാനായിട്ട് ഞാൻ അടിവശത്തുനിന്ന് ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് രണ്ട് മടക്ക് മടക്കിയിട്ട് അരികത്തേക്കടെ സ്റ്റിച്ച് ചെയ്ത് പോവാണ് കേട്ടോ. അപ്പോൾ സാധാരണ എങ്ങനെയാണോ സ്ലിറ്റ് ചെയ്യണേ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതാണ് കേട്ടോ സ്പീഡിൽ പറഞ്ഞു പോണേ. ഇതുപോലെ മടക്കിയതിന് ശേഷം ഈ അരികത്തേക്കടെ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്ലിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു ട്രിക്ക് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു മെത്തേഡിൽ സ്ലിറ്റ് ചെയ്തോളൂ കേട്ടോ. കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മളിതേ ആ ഒരു ഓപ്പണിങ്ങിൻ്റെ അവിടെ വരെ വരുമ്പോൾ ആ ഓപ്പണിങ്ങിൽ നിന്ന് ഒരു അര ഇഞ്ച് കയറ്റിയിട്ട് വേണം സ്റ്റിച്ച് നിർത്താനായിട്ട്. ആ സ്ലിറ്റ് ഓപ്പണിങ്ങിനേക്കാൾ ഒരു അര ഇഞ്ച് കയറ്റി സൂചി കുത്തി നിർത്തിയിട്ട് നമുക്ക് സ്ട്രെയിറ്റിന് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. കുത്തി നിർത്തി പയ്യെ സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സൈഡും ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്യുക. കുത്തി നിർത്തി നേരെ താഴോട്ട് സാധാ പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. വേറെ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ ക്രിസ്മസ് ടൈം ആണല്ലോ. അപ്പോൾ ക്രിസ്മസിനൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഫ്രോക്കിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ കാണാത്തവർ ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് വീഡിയോ ചെയ്തിരിക്കണേ. വീഡിയോ കണ്ടു നോക്കൂ, ചാനലിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്ലിറ്റ് ചെയ്തെടുത്തു. ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്യാം കേട്ടോ. സ്ലിറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫൈനലായിട്ട് ആ ഒരു ക്ലോത്തിൻ്റെ അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ ഫൈനൽ ലുക്ക് കാണിക്കാം.